എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം തരത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള പീരിയോഡിക് ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, ക്ലാസ് 9 കെമിസ്ട്രി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ നോക്കിയതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ റെക്കോർഡായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അതുകൂടാതെ നമ്മൾ ബയോളജിയിലും ജിയോഗ്രഫിയിലും ഒക്കെ ചില ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ മെയിനായിട്ട് എടുക്കുന്നത് സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ ആ വീഡിയോ റെക്കോർഡായിട്ട് കിടപ്പുണ്ട്. ലൈവായിട്ട് എടുത്ത ക്ലാസ്സും ഉണ്ട്, ഇങ്ങനെ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആ ഒരു ഭാഗത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് നമ്മൾ എടുത്തത് ഗ്രൂപ്പ് നമ്പർ ഫാമിലി. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഫാമിലീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്, അപ്പോൾ ഇത് മുതലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ എടുക്കുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് വെച്ചിട്ടാണെങ്കിലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മലയാളത്തിലാണ്. അപ്പോൾ മലയാളം മീഡിയം ഉള്ളവർ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ജസ്റ്റ് അടുത്ത് വെക്കുക. ചിലപ്പോൾ ടേം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്നും ജസ്റ്റ് നോക്കുക, ഞാനത് പറയും. ഓക്കെ, അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, കുഴപ്പമുണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിൻ ദ എലമെൻറ്റ് ബിലോങ് ടു ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 13 to 18 ഇൻ ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ നമ്മൾ ആ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കാനാണ് പറയുന്നത്. അതിൽ ഗ്രൂപ്പ് 1ഉം 2ഉം പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് നോക്കാനാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ എലമെൻറ്റ്സ് ആർ ഫെമിലിയർ ടു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത്, ശരിയല്ല. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിൽ നമുക്ക് അറിയുന്ന ഏതെല്ലാം, ജസ്റ്റ് ഒന്ന് നോക്കി. ഹൈഡ്രജൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ നമ്മൾ ഹൈഡ്രജൻ ബലൂൺ എടുത്ത് കളിക്കുന്നതാണ്, ശരിയല്ല. പിന്നെ ഉള്ളത് ലിഥിയം ചിലർക്ക് അറിയായിരിക്കും. സോഡിയം നമ്മൾ കേട്ടിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡ്, നമ്മൾ ഉപ്പില്ല. പിന്നെ മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം, കാൽസ്യം പൊട്ടാസ്യം നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാൽ പറയും കാൽസ്യം കുറവാണ്, പൊട്ടാസ്യം കുറവാണെന്നെല്ലാം കേട്ടില്ലേ. പിന്നെ ഈ ബാക്കിയുള്ള നമുക്ക് അത്ര വരുന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ശരിയല്ലേ. നോക്കിയേ, ബോറോൺ നമുക്ക് അത്ര വരുന്നുണ്ടാവില്ല. അലൂമിനിയം എല്ലാവർക്കും അറിയുന്നതാണ്, അലൂമിനിയം റൂഫിംഗ് ഷീറ്റിലും കേട്ടില്ലേ. സിലിക്കൺ നമുക്കറിയാം, അതായത് ഈ നമ്മൾ സെമി കണ്ടക്ടർ എന്നും കേട്ടില്ലേ, അതായത് ഈ നമ്മളെ ഒരു മൊബൈലിനുള്ളിലെല്ലാം ഉണ്ടാകുന്ന സെമി കണ്ടക്ടർ ഇല്ലേ, അപ്പോൾ അതിലെല്ലാം വരുന്ന സിലിക്കൺ ചിപ്പ് എന്നെല്ലാം കേട്ടില്ലേ. പിന്നെ നൈട്രജൻ, ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണെന്ന് കേട്ടില്ലേ അന്തരീക്ഷത്തിൽ. പിന്നെ ഫോസ്ഫറസ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ സൾഫർ, ഓക്സിജൻ എന്തായാലും അറിയാം, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ ആണല്ലോ. പിന്നെ ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ നമുക്കറിയാം, ഏതാണ്, സോഡിയം ക്ലോറൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഉപ്പ്, അപ്പോൾ അതിൽ വരുന്ന ക്ലോറിൻ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളൊന്നും നമുക്ക് അത്ര പരിചയം അനുസരിച്ചില്ല, പക്ഷെ നമ്മൾ ചിലതെല്ലാം കേട്ടിട്ടുണ്ട്. അതായത് കാർബണും നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ല. അത് കാർബൺ ഡൈ ഓക്സൈഡിൽ കേട്ടിട്ടുണ്ട്, കാർബൺ മോണോക്സൈഡിൽ കേട്ടിട്ടുണ്ട്, ശരിയല്ല. അപ്പോൾ അങ്ങനെ ചില എലമെൻറ്റ്സ് എല്ലാം നമ്മളിതിൽ കേട്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽ എമോങ് ദിസ് എലമെൻറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ വേറൊരു പടം കാണിച്ചു തരാം. പിന്നെ അടുത്ത ദിവസം കൂടി നോക്കിയാൽ ഡു ദിസ് എലമെൻറ്റ് ഇൻക്ലൂഡ് നോൺ മെറ്റൽ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പടം നോക്കിയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് മെറ്റൽസ് ഏതെല്ലായിരുന്നു, അതായത് ഈ ഗ്രൂപ്പ് 1, 2 പിന്നെ 13 മുതൽ 18 വരെ എടുത്താൽ ഏതൊക്കെയാണ് മെറ്റൽ. അപ്പോൾ ഈ മെറ്റലാണ് ഈ പറയുന്ന ഒരു റോസ് കളറിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ശരിയല്ല. പിന്നെ കാൽസ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആയിട്ട് എഴുതാം. പിന്നെ അലൂമിനിയം ഉണ്ട്, പിന്നെ ഗാലിയം ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളെ ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്ത് എഴുതാം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നോൺ മെറ്റൽ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, നോൺ മെറ്റൽ നോക്കി, ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ബ്ലൂ കളറിലുള്ളതാണ് നോൺ മെറ്റൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എക്സാമ്പിളായിട്ട് ഏതാണ് എഴുതാൻ പറ്റുക, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. അയഡിൻ അറിയത്തില്ലേ, ഉപ്പിലുള്ള അയഡിൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ആയിട്ട് എക്സാമ്പിളായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നോൺ മെറ്റൽസ് ഉണ്ട്, പിന്നെ മെറ്റൽസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഗ്രീൻ കളറിൽ കുറച്ച് കണ്ടോ, അപ്പോൾ ഗ്രീൻ കളറിലുള്ളതാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അതായത് ഈ മെറ്റൽസ് ഇതെല്ലാം മെറ്റൽസ് ആണ്. ഓക്കെ, ഇത് നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന കുറച്ചെണ്ണമാണ് ഈ പറയുന്ന മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡു ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് എലമെൻറ്റ് ബിലോങ് ടു സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. അപ്പോൾ അതിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്, സോളിഡ് ഏതെല്ലാം, ലിക്വിഡ് ഏതെല്ലാം, ഗ്യാസ് ഏതെല്ലാം. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു പടം കാണിച്ചു തരാം. അതിന് മുന്നേ താഴെ കൊടുത്തിട്ടുണ്ട് മെറ്റലോയിഡ്സ് ആർ പ്രസൻറ്റ് ആൻഡ് എലമെൻറ്റ്സ് എക്സിബിറ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ആർ കോൾഡ് മെറ്റലോയിഡ്സ്. അപ്പോൾ മെറ്റലോയിഡ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് ഉള്ള അങ്ങനെയുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് സിലിക്കൺ, ജെർമേനിയം, ആർസെനിക്, ആൻറ്റിമണി എക്സെട്ര. അപ്പോൾ ജസ്റ്റ് ഞാൻ പീരിയോഡിക് ടേബിളിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മെറ്റലോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ കൊടുത്ത അതാണ് മെറ്റലോയിഡ്സ്. അതായത് ബോറോൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജെർമേൻ ഉണ്ട്, ആർസെനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, പിന്നെ ടെലൂറിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് സോൾട്സ്, ലിക്വിഡ്സ്, ഗ്യാസ് അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഒരു വെള്ളക്കളറായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ഫുള്ളുള്ള സംഭവം എല്ലാം സോൾട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം സോൾട്സ് ആണ്. പിന്നെ ലിക്വിഡ് നിങ്ങൾക്കറിയാം, രണ്ടെണ്ണേ ഉള്ളൂ ഇവിടെ കാണിക്കുന്നത്. മെർക്കുറി ഉണ്ട്, Hg എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ബ്രോമിൻ ആണ്.
അപ്പോൾ ഈ ബ്രോമിൻ ലിക്വിഡാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ പറയുന്നത് ഗ്യാസാണ്. ഗ്യാസ് ഏതെല്ലാണുള്ളത് നോക്കി, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്, പിന്നെ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഹീലിയം, നിയോൺ, ആർഗൺ, പിന്നെ ക്ലോറിൻ ഉണ്ട്, പിന്നെ ഇത് ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്യാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതായത് ഏറ്റവും കൂടുതലുള്ളത് സോളിഡ് ആണ്, പിന്നെ ഏറ്റവും കുറവുള്ളത് ലിക്വിഡ് ആണ്. ദ എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 1 and 2 ആൻഡ് ഗ്രൂപ്പ് 30 to 18 ആർ നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന പീരിയോഡിക് ടേബിളിലെ മെയിൻ ആയിട്ടുള്ള പുള്ളികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും എന്താണ് പഠിക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ഗ്രൂപ്പ്സ് ആണ്. ഏതാണ്? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 to 18. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഗ്രൂപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ലെറ്റ് us examine another characteristics of the main group element. അപ്പോൾ ഈ ഒരു മെയിൻ ഗ്രൂപ്പ് എലമെന്റിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പഠിക്കുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ഇൻ പീരീഡ് 2 and 3 ഇൻ ദി പീരിയോഡിക് ടേബിൾ ആർ ഗിവൺ ബിലോ. അത് നമുക്ക് ജസ്റ്റ് ആ പീരിയോഡിക് ടേബിൾ നോക്കാം, എന്നിട്ട് നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ഞാൻ ഇത് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതായത് എന്താണ് ഈ പീരീഡ്, എന്താണ് ഗ്രൂപ്പ്, അത് ഇടയ്ക്കിടെ ഞാൻ ഇങ്ങനെ പറയും. അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പീരിയോഡിക് ടേബിളിലെ 2 and 3 പീരീഡിലുള്ള ഈ പറയുന്ന മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ഏതെല്ലാണെന്നാണ്. ഓക്കെ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ ഈ 30 to 18 ഗ്രൂപ്പ്, അതുപോലെ മൂന്നാമത്തെ പീരീഡിലുള്ള ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ 30 to 18 ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് അത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് പീരീഡ് 2 കാണാം. പീരീഡ് 2ൽ തന്നിരിക്കുന്നത് ലിഥിയം ഉണ്ട്, ബെർലിയം ഉണ്ട്, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. പിന്നെ അതുപോലെ പീരീഡ് 3 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിലുള്ള എന്താണ്, സോഡിയം ഉണ്ട്, മെഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കോൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ഷോർട്ട് ഫോം ആണ് തന്നിരിക്കുന്നത്, സിമ്പിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കണം. ഓക്കെ, ഹൗ ഡസ് ദ ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്ക് പ്ലേസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദിസ് എലമെന്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നോക്കി ലിഥിയത്തിലാണെങ്കിൽ 2,1 അങ്ങനെയാണ് വന്നേക്കുന്നത്, സോഡിയത്തിലാണെങ്കിൽ 2,8,1 അങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ബെർലിയത്തിലാണെങ്കിൽ 2,2, പിന്നെ താഴെയാണെങ്കിൽ 2,8,2. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ 2,3, ഇവിടെ ആണെങ്കിൽ 2,8,3, ഇവിടെയാണെങ്കിൽ 2,4, ഇവിടെ 2,8,4, 2,5, 2,8,5, 2,6, 2,8,6, 2,7, 2,8,7, 2,8, 2,8,8. അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി വന്നേക്കുന്നത്. ഓക്കെ, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദി നമ്പർ ഓഫ് ഔട്ടർ ഇലക്ട്രോൺ ഓൺ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പീരീഡ്. അപ്പോൾ നമ്മൾ പീരീഡിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ, അതായത് ഇങ്ങനെ പോകുമ്പോൾ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി, എന്നിട്ട് ഞാൻ ആൻസർ പറയാം. അതായത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു വാലൻസ് ഇലക്ട്രോൺ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺ ഏതെല്ലാം ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ 1 ആണ്, ഇതിലിപ്പോൾ 2 ആണ്, പിന്നെ ഇവിടെ 3 ഉണ്ട്, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെ നോക്കിയാലും 1 ഏറ്റവും അവസാനത്തെ അതാണ് നോക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 ശരിയല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഈ ഒരു ലെഫ്റ്റ് നിന്ന് റൈറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ വാലൻസ് ഷെല്ല്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്, നമ്പർ കൂടുകയാണോ നമ്പർ കുറയാണോ, പറഞ്ഞേ നമ്പർ എന്ത് ചെയ്യുന്നു, കൂടുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതായത് നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് എന്ന് വെച്ചാൽ നമ്മൾ നമ്പർ കൂടിക്കൂടി വരുന്നതായിട്ട് ഒബ്സർവ് ചെയ്യും. On moving along period from left to right, there is an increase in number of 1 electron in the outermost shell of main group element until 8 electrons are gained. അപ്പോൾ ഇത് കൂടിക്കൂടി എത്ര വരെയാണ് എത്തുന്നത്, ലാസ്റ്റ് 8 ആണ് എത്തുന്നത്, ശരിയല്ല? 2 പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിലും 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, അതുപോലെ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 8 ആവുന്നവരെ കൂടിക്കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് തന്നിട്ടുണ്ട്. ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ടാവും, അത് ഏത് ഗ്രൂപ്പ് പോലെ തന്നെയാണ്. ദേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് സച്ച് എസ് മെറ്റൽ, നോൺ മെറ്റൽ ആൻഡ് മെറ്റലോയിഡ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ദേ റെപ്രസെൻറ്റ് എലമെൻറ്റ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു എലമെൻറ്റ്സിൽ വരുന്നതാണ് പറഞ്ഞത്. വിച്ച് ആർ ദ ഫാമിലി ഇൻക്ലൂഡഡ് ഇൻ ദി മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. ഏതൊക്കെ ഫാമിലിയാണ്, അത് നമ്മൾ ജസ്റ്റ് ആ ഒരു നേരത്തെ കണ്ട പീരിയോഡിക് ടൈമിൽ ഓർമ്മയുണ്ടോ? അപ്പോൾ ഏതൊക്കെ ഫാമിലിയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ഓർത്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഏതായിരുന്നു പറഞ്ഞ ആൽക്കലി മെറ്റൽസ് ആണ്, ശരി. രണ്ടാമത്തെ ഏതായിരുന്നു, ആൽക്കലൈൻ എർത്ത് മെറ്റലായിരുന്നു, ശരി. പിന്നെ ഉള്ളത് ഏതാണ്, ബോറോൺ ഫാമിലി ഉണ്ട്, കാർബൺ ഫാമിലി ഉണ്ട്, നൈട്രജൻ ഫാമിലി ഉണ്ട്, ഓക്സിജൻ ഫാമിലി ഉണ്ട്. പിന്നെ ഉള്ളത് ഏതാണ്, ഹാലജൻ ഉണ്ട്, പിന്നെ ഈ പറയുന്ന നോബിൾ ഗ്യാസ് ഉണ്ട്, ശരിയല്ല?
ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് സാധാരണ നമുക്ക് അങ്ങനെ ഉള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ഓർത്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 2-3 തവണ ഈ പാടന്ന് വായിച്ചൊന്ന് ഫെമിലിയർ ആകുമ്പോൾ നിങ്ങൾക്കും പറയാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, നമുക്ക് ജസ്റ്റ് അടുത്ത് നോക്കാം. ഹൗ ടു ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫ്യൂ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് 1 and 2 ആർ ഗിവൺ. അപ്പോൾ നമുക്ക് കുറച്ച് എലമെൻറ്റ്സിൻ്റെ പേരും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, നമുക്ക് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത് തന്നിരിക്കുന്നത് ലിതിയാണ്, സിമ്പിളായിട്ട് തന്നിരിക്കുന്നത് LI ആണ്, അറ്റോമിക് നമ്പർ 3 ആണ്. അറ്റോമിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, എന്താണ് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. അറ്റോമിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 3 പ്രോട്ടോൺസ് ആണ് ആ ഒരു എലിമെൻറ്റിലുള്ള, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ നമ്പർ സെയിം ആയിരിക്കും, 3 ആയിരിക്കും. അപ്പോൾ ആ 3 ഇലക്ട്രോൺ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്, ശരിയല്ലേ. അപ്പോൾ ഈ 11 ആണെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക, 281 അങ്ങനെ ആയിരിക്കും അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ എഴുതുക 281. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും ഫില്ല് ചെയ്താണ്, എന്താണ്, കാലിയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള K ആണ്, ശരിയല്ല. പിന്നെ അതിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ് തന്നിട്ടുണ്ട്, 2881 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മലയാളത്തിൽ ഇതിന് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. ഓക്കെ, പിന്നെ ഉള്ളത് ബെർലിയാണ്. ബെർലിയത്തിൻ്റെ എന്താണ് തന്നിരിക്കുന്നത്, ബെർലിയത്തിൻ്റെ BE ആണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഉള്ളത്. പിന്നെ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും പറഞ്ഞു, ബെർലിയുണ്ട്. അപ്പോൾ ബെർലിയത്തിന് എത്ര ഇലക്ട്രോൺ ടോട്ടൽ ഉള്ളത്, ടോട്ടൽ ഉള്ളത് 4 ഇലക്ട്രോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രോൺ എങ്ങോട്ട് പോകും, K ഷെല്ലിലേക്ക് പോകും. അപ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ K ഷെല്ലിൽ വന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള 2 ഇലക്ട്രോൺ എങ്ങോട്ട് പോകും, അടുത്ത L ഷെല്ലിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് വരും, 2 2 എന്നാണ് വരിക. ഓക്കെ, ശരിയല്ലേ, 2 2 എന്നല്ല വരിക. എങ്ങനെ വന്നാൽ മനസ്സിലാവും, 4 എണ്ണമാണ് ഇലക്ട്രോൺ ഉള്ളത്. K ഷെല്ലിൻ്റെ മാക്സിമം ഇതാണ് K ഷെൽ. അപ്പോൾ ഈ K ഷെല്ലിൻ്റെ മാക്സിമം 2 ഇലക്ട്രോണാണ് അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ 2 എണ്ണം അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള 2 എണ്ണം അടുത്ത ഷെൽ, അതാണ് L, ആ L ഷെല്ലിലേക്ക് പോകണം. ഓക്കെ, പിന്നെ മഗ്നീഷ്യമാണ് വന്നിരിക്കുന്നത്. മഗ്നീഷ്യത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് Mg ആണ്. ഓക്കെ, Mg. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് Mg എന്നാണ്. പിന്നെ 12 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകാം, ജസ്റ്റ് നോക്കി 12 ആണെങ്കിൽ എങ്ങനെ വരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ജസ്റ്റ് ഒരു പേപ്പറിൽ റഫായിട്ടൊന്ന് വരച്ച് നോക്കാം ഈ സംഭവം. ഓക്കെ, ഇങ്ങനെ വരച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ ഒന്നും കൂടി ആ പ്ലേ ചെയ്യുമ്പോൾ, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ, നിങ്ങൾ വരച്ചത് ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് വരച്ച് നോക്കിയേ. ഓക്കെ, അപ്പോൾ എല്ലാവരും വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് നോക്കാം. അതായത് മഗ്നീഷ്യത്തിൻ്റെത് Mg എന്നാണ്. അപ്പോൾ നമ്മൾ Mg നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ Mgൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ഷെൽസാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഷെല്ല്. ഓക്കെ, അപ്പോൾ ആ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, 2 ഇലക്ട്രോണാണ്. ശരിയാണ്, 2 ഇലക്ട്രോണാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ. അതേതാണ് ഷെല്ല്, K ഷെല്ലാണ്, ശരിയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഷെല്ല് നമ്മൾ വരയ്ക്കുകയാണ്. ആ ഷെല്ലിൻ്റെ പേരെന്താണ്, രണ്ടാമത്തെ ഷെല്ലിൻ്റെ പേരെന്താണ്, L ഷെല്ലാണ്, ശരിയല്ലേ. KNL അല്ലേ, ഇത് ശരിക്കും എന്താണ് അക്ഷരമാല ക്രമത്തിലാണ് കൊടുത്തേക്കുന്നത്, KLMN അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര എണ്ണത്തിന് അക്കോമഡേറ്റ് ചെയ്യാം, ഞാനത് ബ്ലൂ കളറിൽ കാണിക്കാം. എത്ര എണ്ണം പറ്റും, 8 എണ്ണം പറ്റും. ശരിയാണ്, 1 2 3 4 5 6 7 8. അപ്പോൾ അങ്ങനെ 8 എണ്ണം പറ്റും. അത് ശരി. അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണമായി, ടോട്ടൽ എത്ര എണ്ണമായി, 2 എണ്ണം KL-ഉണ്ട്, 8 എണ്ണം LL-ഉണ്ട്. അപ്പോൾ എത്രയായി, 8 2 10 ആയില്ലേ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമുള്ളത്, 12 എണ്ണമുള്ളത്. അപ്പോൾ 2 എണ്ണം ബാക്കിയില്ലേ, ആ 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഷെല്ല് ഇങ്ങനെ വരക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഷെല്ല് ഞാൻ വരച്ചേക്കാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യും, അതിൽ 2 എണ്ണം ഉണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും വരക്കാൻ മനസ്സിലായോ. ഇത് വരക്കാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യുക, ഒന്നുകൂടി ഇത് കാണാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കാൽസ്യമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. കാൽസ്യത്തിൻ്റെ എന്താണ് 2882 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ എങ്ങനെ വേണ്ടാം, ഇലക്ട്രോൺ വിന്യാസം വന്നിട്ട് അറ്റോമിക് നമ്പർ കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് അത് ആഡ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരാം, കാൽസ്യത്തിനാണെങ്കിൽ 8 2 10 10 8 18 2 20, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണ് 20 എന്ന് വരും. ഓക്കെ, അപ്പോൾ 20 ആണ് ഇതിൻ്റെ അറ്റോമിക് നമ്പറായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയതാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക, 282, ശരിയല്ലേ, 282 എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ എഴുതിയത് നമുക്ക് എന്താണ് മനസ്സിലായത്, അത് നമുക്ക് മനസ്സിലായ കാര്യം, അതായത് ഔട്ടർ മോസ്റ്റ് ഈ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ, ശരിയല്ലേ. അപ്പോൾ ഈ ഒരു 3 എണ്ണത്തിലും വന്നത് 1 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ 1. ഇനി അതുപോലെ താഴത്തെ 3 എണ്ണത്തിന് ഗ്രൂപ്പ് നമ്പർ 2 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് നമ്പറും 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള
എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെൻറ്റ് ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് ഒരു എലമെൻറ്റ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏത് ഗ്രൂപ്പിലാണെന്ന് പറയാൻ പറ്റും. ശരിയല്ല? എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇതുപോലെ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. അപ്പോൾ ലാസ്റ്റ് ഉള്ള എത്രയാണോ അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. 1 ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. അതെല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ എലമെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ് 1 and 2 നമ്പർ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ദ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഈ എത്രയാണോ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരിക. അതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ടേബിൾ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് എലമെൻറ്റ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്, പഴയതുപോലെ സിമ്പിൾ തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ ഉണ്ട്, കോൺഫിഗറേഷൻ ഉണ്ട്, പിന്നെ ഔട്ടർ മോസ്റ്റ് എത്ര എണ്ണം ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് നമ്പർ. ഇത് ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചേട്ടൻ പറയുന്നത് ശരിയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ആദ്യം നമ്മൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം എഴുതി വെച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ്, ബോറോൺ ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് 2, 3. ശരിയല്ല? അപ്പോൾ അതെങ്ങനെ വന്ന് 5 ആണ് ടോട്ടൽ. അറ്റോമിക് നമ്പർ 5 ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 5 ആണ്. അപ്പോൾ 5 ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണതും. എടാ, അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അതായത് 5 ആണ് അറ്റോമിക് നമ്പറെങ്കിൽ 5 ഇലക്ട്രോണുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മൾ വിചാരിക്കരുത് അറ്റോമിക് നമ്പറിൻ്റെ ഈക്വൽ ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലെല്ലാം വ്യത്യാസം വരും. ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിലാണ് ഈ അറ്റോമിക് നമ്പറിൻ്റെ ഉള്ള അതേ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടാവും. ഓക്കെ, ശരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് സെയിം ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ല. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ ഇവിടെ ന്യൂട്രൽ ആയതുകൊണ്ട് 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും, 5 ഇലക്ട്രോണെന്ന് കിട്ടി. അങ്ങനെയാണ് ഈ 2 + 3 5. ഓക്കെ, അപ്പോൾ ആ 5നെ നമ്മൾ എന്ത് ചെയ്തു, 2 എണ്ണത്തിന് കെ ഷെല്ല് കൊടുത്തു, പിന്നെ 3 എണ്ണത്തിന് എൽ ഷെല്ല് കൊടുത്തു. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്, എൽ ഷെല്ലല്ലേ? അപ്പോൾ അതിൽ എത്ര ഉള്ളത്, 3 എണ്ണം ഉള്ളത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആണ്. അതിനോട് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്തു, 10 കൂട്ടി. ശരിയല്ലേ? അപ്പോൾ 10 കൂട്ടിയപ്പോൾ 10 + 3 13 കൂട്ടി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ നിങ്ങൾ ഇതും എല്ലാം ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതിൽ അറ്റോമിക് നമ്പർ കാർബണിത് 6 ആണ്. 6 ആണെങ്കിൽ എങ്ങനെ വരും, പറഞ്ഞ 6 ആണെങ്കിൽ എങ്ങനെ വരും? ഞാൻ ജസ്റ്റ് അത് വരച്ച് കാണിക്കാം. എന്ന് വെച്ചാൽ ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. കാർബൺ എന്താണ് 6 ആണ് ടോട്ടൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാർബൺ എന്ന് എഴുതി ജസ്റ്റ് ഒരു വട്ടം വരയ്ക്കുക. ഓക്കെ, ഈ വട്ടം ഷെല്ലല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കളർ മാറ്റിയാണ് ഷെല്ല് വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് ഷെല്ല്, ഒന്നാമത്തെ ഷെല്ല്. ഞാൻ കാർബൺ എന്ന് മനസ്സിലാകാൻ ജസ്റ്റ് വട്ടം ഇട്ടെന്നുള്ളൂ, ആ റെഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പോകും, കെ ഷെല്ലാണ് 2 ഇലക്ട്രോണാണ് മാക്സിമം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ബാക്കിയുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ആണ്. അപ്പോൾ 2 നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് 6 - 2 4 അപ്പോൾ ആ 4 നമ്മൾ എവിടെ ഫില്ല് ചെയ്യും, ആ 4 നമ്മൾ അടുത്ത ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നു. 1 2 3 4. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, 2 പിന്നെ 4. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 2 4 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ ആ ബ്ലാക്ക് കാണുന്ന എത്ര ഇലക്ട്രോൺ ഉണ്ട്, 4 എണ്ണം അല്ലേ? അപ്പോൾ നമ്മൾ 4 ഇവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഗ്രൂപ്പ് നമ്പർ എന്ത് ചെയ്യുക, നിങ്ങളെ ടെക്സ്റ്റിലുള്ള പീരിയോഡിക് ടേബിൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് 14 ആണെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു, നൈട്രജൻ വരയ്ക്കുന്നു. അപ്പോൾ നൈട്രജൻ എങ്ങനെ വരയ്ക്കാം, അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ 7 ആണെങ്കിൽ പ്രോട്ടോൺ എണ്ണം 7 ആണ്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം ന്യൂട്രൽ ആയതുകൊണ്ട് 7 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് 7 ഇലക്ട്രോൺ എങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നൈട്രജൻ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ നൈട്രജനെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഷെല്ല് വരക്കാണ്. ഈ പച്ചയാണ് ആദ്യത്തെ ഷെല്ല്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഷെല്ലാണ് ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 2 ഇലക്ട്രോൺ ഉണ്ടാവും. ശരിയാണ്. കെ ഷെല്ല് നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്തു. പിന്നെ അടുത്ത ഷെല്ല് എൽ ഷെല്ല്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം, അതിനകത്ത് 2 ഓൾറെഡി ഫില്ല് ചെയ്താൽ 7 - 2 എത്ര എണ്ണം ബാക്കിയുണ്ട്, 5 എണ്ണം ബാക്കിയില്ലേ? ആ 5 എണ്ണം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഷെല്ലിൽ കൊടുക്കും. 1 2 3 4 5. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 5 എണ്ണം എൽ ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്, 2 5 അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 2 5 എന്ന് എഴുതിയാൽ അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 5 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 5 ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഗ്രൂപ്പ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 വരാം. എങ്ങനെയായിട്ട് 5നോട് 10 കൂട്ടുകയാണ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിജനും ഫ്ലോറിനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം,
കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ എന്തെങ്കിലും അറിയിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഒന്നിച്ച് പറഞ്ഞുതരാം. ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് ആഡഡ് ടു ദി നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ എലമെന്റ് 13 to 18. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് 13 to 18 ഉള്ള അതിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിച്ചത്? ഔട്ടർമോസ്റ്റ് എത്ര ഇലക്ട്രോൺ ഉണ്ടോ പ്ലസ് എത്രയാണ് കൂട്ടിയത്? 10 അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ അതിനോട് 10 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഗ്രൂപ്പ് നമ്പർ കിട്ടിയത്. ഓക്കെ, ജസ്റ്റ് സിമ്പിളാണ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാനേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത ദിവസം നോക്കുകയാണ്. ഹാവ് യു എവർ തോട്ട് വൈ ദ നമ്പർ 10 ഈസ് ആഡഡ് ടു ദി നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ? ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീരിയോഡിക് ടേബിൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ഞാൻ നേരത്തെ ഈ ഒരു ഇലക്ട്രോൺ വിന്യാസത്തിൽ 8ഉം 18 എങ്ങനെയാണ് ആഡ് ചെയ്ത് വരുന്നത് പറഞ്ഞില്ലേ? അപ്പോൾ അത് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ എത്രയാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ അത് തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. പക്ഷേ നമ്മൾ ഇവിടെ എത്തുമ്പോൾ 10 ആഡ് ചെയ്യാണ്. ഓക്കെ, ആ 10 ആഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പിൽ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഈ 10 അവിടെ ആഡ് ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ 10 ആഡ് ചെയ്ത് വരുന്നത്. മനസ്സിലാവും, സംഭവം മനസ്സിലാവും. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എലമെൻസിൻ്റെ ആ ഒരു ഗ്യാപ്പ്, ഓക്കെ, അതായത് 3ാമത്തെ മുതൽ 12ാമത്തെ വരെയുള്ള ആ ഗ്രൂപ്പിലെ, അപ്പോൾ അതിന് കണക്കായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു 10 ആഡ് ചെയ്യണം. ഓക്കെ, യു നോ ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ഗ്രൂപ്പ് 3 to 12. അപ്പോൾ അത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ആ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ് വരുന്ന ആ ഒരു 10 നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇൻ ഹൗ മെനി ഗ്രൂപ്പ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്? അപ്പോൾ എത്ര ഗ്രൂപ്പിലായിട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? അപ്പോൾ എത്ര ഗ്രൂപ്പായിട്ടാണ്? 10 ഗ്രൂപ്പായിട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, ശരിയല്ലേ? ഗ്രൂപ്പ് 3 4 5 6 7 8 9 10 11 12. അപ്പോൾ അങ്ങനെ 10 ഗ്രൂപ്പ്. ഓക്കെ, ടോട്ടൽ 10 ഗ്രൂപ്പ് വരാം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അങ്ങനെ 10 ഗ്രൂപ്പിലായിട്ടാണ് ഈ പറയുന്ന ട്രാൻസിഷൻ എലമെൻറ്റ്. ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു ഏരിയയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു 10 ഗ്രൂപ്പിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെന്താ ഈ ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഭാഗത്തിലുള്ളത് മെറ്റൽസ് അല്ലേ, പിന്നെ ഈ ഒരു ഭാഗത്താണ് ഈ പറയുന്ന നോൺ മെറ്റൽസിൽ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിനിടയിലൊരു ട്രാൻസിഷൻ സോണാണ് ഇത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ് ഈസ് ആഫ്റ്റർ ദ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് 3 മുതൽ 12 വരെ വരുന്നതാണ് ഈ പറയുന്ന ട്രാൻസിഷൻ എലമെൻറ്റ്. എലമെൻറ്റ് ഫ്രം ഗ്രൂപ്പ് 13 to 18 ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ദീസ് 10 ഗ്രൂപ്പ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്. അപ്പോൾ ഈ 13ാമത്തെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 10 ഗ്രൂപ്പ് ട്രാൻസിഷൻ എലമെൻറ്റിന് ശേഷമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ വൈ നമ്പർ 10 ഈസ് ആഡഡ് ടു ദി നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ടു ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ 13 to 18. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഗ്രൂപ്പ് 2 കഴിഞ്ഞിട്ട് 10 ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് 13ാമത്തെ ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 13ാമത്തെ ഗ്രൂപ്പിൻ്റെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10 നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ട് 10 ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ 10 ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോൾ അത് നോക്കിയേ, നെയിം ഓഫ് ദ എലമെൻറ്റ്, സിമ്പിൾ, അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? അപ്പോൾ അതന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്യാൻ പറഞ്ഞ ആ സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ബോറോൺ ആണെങ്കിൽ 5 ആണ്, 2 3 അങ്ങനെയാണെങ്കിൽ 10 ആഡ് ചെയ്തിട്ടാണ് 13 കിട്ടിയത്. ഇവിടെ 4 ആണ്, അതിനോട് 10 ആഡ് ചെയ്ത് 14 കിട്ടി. 5 ആണ്, 15 കിട്ടി. 6 16 7 17 8 18. അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, 30 to 18 ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെല്ലാം പഠിച്ചു? ഗ്രൂപ്പ് 1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് 2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് 30 മുതൽ 18 വരെയുള്ള എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പറിൽ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പീരീഡിനെ കുറിച്ചാണ്. ഓക്കെ, ടു ഫൈൻഡ് പീരീഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എങ്ങനെയാണ് നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് നോക്കി. അപ്പോൾ ഇതിൽ കുറച്ച് എലമെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നെയിം തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ H ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഷെല്ല് 1, പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ശരിയല്ല? ഹീലിയം എന്ന് പറയുന്നതോ സിമ്പിൾ H ആണ്, അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ? അപ്പോൾ ആ 2 ഇലക്ട്രോണും K ഷെല്ലായിരിക്കും. ശരിയല്ല? അപ്പോൾ 2 എന്ന് മാത്രം എഴുതിയാൽ മതി. നമ്പർ ഓഫ് ഷെൽ എത്ര? ഇവിടെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, K ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഷെല്ല് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ പീരീഡ് നമ്പർ എത്ര ആയിരിക്കും? പീരീഡ് നമ്പർ എത്രയായിരിക്കും? അപ്പോൾ അത് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ടാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ പീരീഡ് നമ്പർ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹീലിയാണ്. ഓക്കെ, അപ്പോൾ ഹീലിയത്തിൻ്റെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിലാണ്. ഏതാണ് ആ പീരീഡ്? 1 അല്ലേ? ശരിയല്ലേ?
അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയേ ലിഥിയം ഇവിടെയുണ്ട്, ബെറിലിയം ഇവിടെയുണ്ട്, ബോറോൺ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അപ്പോൾ ഇതെല്ലാം ഏതിലാണ് വരുന്നത്? സെക്കൻഡ് പീരീഡിലാണ് വരുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലിഥിയം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ശരിയല്ല? അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? 2 ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ പോകും, ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ എൽ ഷെല്ലിൽ. ടോട്ടൽ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലാണുള്ളത്. അത് നമ്മൾ എഴുതി. 2 ഷെല്ല് എങ്ങനെ മനസ്സിലാവും? ഇതൊരു ഷെല്ലാണ്, ഇതൊരു ഷെല്ലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷെല്ല് എണ്ണുന്നത്. അപ്പോൾ 2 ഷെല്ലാണുള്ളത്. പീരിയഡ് നമ്പർ അപ്പോൾ എത്ര ആയിരിക്കും? പറഞ്ഞ 2 ഷെല്ലുണ്ടെങ്കിൽ അപ്പോൾ പീരിയഡ് നമ്പർ 2 ആയിരിക്കും. ശരിയല്ല? പിന്നെ ബെറിലിയം ആണെങ്കിൽ 4 ആണ്, 2 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഷെല്ല് 2 ഷെല്ല്, അപ്പോൾ 2 ഷെല്ലാണുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പീരിയഡ് നമ്പറും 2 ആണ്. ഇനി നമുക്ക് സോഡിയത്തിൻ്റെ 11 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരിക 2, 8, 1 അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ഷെല്ലുണ്ട്? എത്ര ഷെല്ലുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുക? എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1, 2, 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഷെൽസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പീരിയഡ് നമ്പർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ശരിയല്ല? ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാത്രം 11 ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതായത് ചിലർക്ക് ഈ ഷെൽ നമ്പർ എണ്ണാനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ സോഡിയം എടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സോഡിയം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചില്ലേ? അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം വരക്കുന്ന അതില്ലേ, അതാണ് ഒന്നാമത്തെ ഷെൽ. അതിൻ്റെ പേരാണ് കെ ഷെൽ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഷെല്ല്. പിന്നെ അടുത്ത ഷെല്ലാണ് ഈ ഒരു എൽ എന്ന് പറയുന്ന ഷെല്ല്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഷെല്ലും കൂടി വരക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് എം എന്ന് പറയുന്ന ഷെല്ല്. ഓക്കെ, അപ്പോൾ KLM അങ്ങനെയാണ് ഷെല്ലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പറ്റും? അപ്പോൾ 2 ഇലക്ട്രോണാണ് പറ്റുക. അപ്പോൾ നമ്മൾ 2 എണ്ണം കെ ഷെല്ലിൽ ഇട്ടു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ അടുത്തത് എൽ ഷെല്ലാണ്. ഓക്കെ, എൽ ഷെല്ലിൽ മാക്സിമം 8 എണ്ണമാണ് പറ്റുക. അത് നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 എണ്ണം നമ്മൾ എൽ ഷെല്ലിൽ ഇട്ടു. അപ്പോൾ 8 എണ്ണം 10 ആയി. ബാക്കിയുള്ള ഒരെണ്ണം എന്ത് ചെയ്യുക? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എം ഷെല്ലിൽ ഇടുന്നു. അപ്പോൾ നമുക്ക് എത്ര വട്ടം വന്നു അതാണ് ഈ പറയുന്ന ഷെല്ലിനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക? 2 എണ്ണം കെ ഷെല്ലിൽ, പിന്നെ 8 എണ്ണം എൽ ഷെല്ലിൽ, പിന്നെ ഒരെണ്ണം എം ഷെല്ലിൽ. അങ്ങനെയാണ് നമ്മൾ 281 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്, എത്ര ഷെല്ലുണ്ട് ചോദിച്ചാൽ 1, 2, 3 അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 3 അങ്ങനെയാണെങ്കിൽ എന്താ? പീരിയഡ് നമ്പറും 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ മഗ്നീഷ്യം നോക്കിയാൽ, മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ സോഡിയം ഇങ്ങനെ തൊട്ടപ്പുറത്താണ് മഗ്നീഷ്യം. 12 ആണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 12 ആണ് വരുന്നതെങ്കിൽ എന്താ ഡിഫറൻസ്? എന്താ? ഒരു ഇലക്ട്രോൺ കൂടി ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ അപ്പുറം ഇവിടെ ഒന്നും കൂടി വന്നാൽ എന്തായി? ഇത് മഗ്നീഷ്യമായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് മഗ്നീഷ്യമായി. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 282 ആയിരിക്കും വരിക. ശരിയല്ല? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതിൻ്റെ നമ്പർ ഓഫ് ഷെൽസ് എത്ര ആയിരിക്കും? 1, 2, 3. അപ്പോൾ അങ്ങനെയാണ് 3 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 3 ആണ് വരിക. ശരിയല്ല? പിന്നെ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2881 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എങ്ങനെയാണോ? അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടും. അപ്പോൾ 8 2 10, 10 8 18 1 19. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും? 19 ആണ് ഇവിടെ കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ എത്ര ഷെല്ലുണ്ട്? ഷെല്ല് എത്ര എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 1, 2, 3, 4. അപ്പോൾ എത്ര നമ്പേഴ്സ് എന്ന് നോക്കുക? ഓക്കെ, 4 നമ്പറാണുള്ളത്. അപ്പോൾ ഷെൽ നമ്പർ 4 ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പീരിയഡ് നമ്പറും 4 ആണ്. ഇനി അടുത്തത് കാൽസ്യം ആണ്. കാൽസ്യത്തിൻ്റെ 20 ആണ്. ഓക്കെ, 2882 എന്നാണ് തന്നിരിക്കുന്നത്. 1, 2, 3, 4. അപ്പോൾ 4 ഷെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് നമ്പർ 4 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എത്ര ഷെല്ലുണ്ടോ അത്രയാണ് പീരിയഡ് നമ്പർ ഉണ്ട്. ശരിയല്ല? അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അതായത് ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ അതാണ് ഈ പറയുന്ന പീരിയഡിൻ്റെ നമ്പറായിട്ടും വരുന്നത്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ പീരിയഡ് നമ്പർ ആൻഡ് നമ്പർ ഓഫ് ഷെൽ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഷെൽസിൻ്റെ ആറ്റം ഓഫ് ദ എലമെൻറ്റ് ഈസ് ദെയർ പീരിയഡ് നമ്പർ. എത്രയാണോ നമ്പർ ഓഫ് ഷെൽസ് അത് തന്നെയാണ് പീരിയഡ് നമ്പറായിട്ട് വരുന്നത്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ആ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ചേട്ടൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നോബിൾ ഗ്യാസ്. ഓക്കെ, നോബിൾ ഗ്യാസിൻ്റെ മലയാളത്തിൽ ചെറിയൊരു ഡിഫറൻസിൻ്റെ പേര് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മലയാളത്തിൻ്റെ ടെക്സ്റ്റ് നോക്കിയാൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നായിരിക്കും ഉണ്ടാവാം. നോബിൾ ഗ്യാസ് ആണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ഓക്കെ, സർട്ടൻ ഡാറ്റ റിഗാർഡിംഗ് ദ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ ഗിവൺ. കമ്പയർ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഹീലിയം എന്നുള്ളത് അറ്റോമിക് നമ്പർ 2 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ആണ്, 18 ആണ് ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഗ്രൂപ്പ് നമ്പർ 18 വന്ന്? അതൊരു പ്രശ്നമല്ലേ? സാധാരണ നമ്മൾ എന്താ പറഞ്ഞത്? എത്രയാണോ ഇതിൻ്റെ അറ്റോമിക് നമ്പർ ആ ഒരു ഔട്ടർ മോസ്റ്റ് നമ്പർ എടുത്തിട്ട് അതിനോട് 10 ഇടാൻ മതി, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഹീലിയം ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഹീലിയത്തിന് ശരിക്കും 2 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, പക്ഷേ 2 ഇലക്ട്രോണാണ് ഈ പറഞ്ഞ കെ ഷെല്ലിൽ മാക്സിമം കൊള്ളുക. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നോബിൾ ഗ്യാസിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് 18 ഗ്രൂപ്പിലാണ്. ഓക്കെ, അപ്പോൾ അത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഒരു എക്സെപ്ഷൻ ആണ്. 10 കൂട്ടിയാൽ കിട്ടുന്ന ആ ഒരു സംഭവത്തിൻ്റെ എക്സെപ്ഷൻ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നിയോൺ. നിയോൺ ഉള്ളത് നോക്കിയേ, നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്?
അപ്പോൾ നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് 10 എന്ന് ഇവിടെ എഴുതാണ്. പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരിക? അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക 10 ഉണ്ടെങ്കിൽ അപ്പോൾ നിയോൺ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതുവാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 2 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 ഇലക്ട്രോൺ കെ ഷെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 10 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ല് കൂടി നമ്മൾ വരക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? 8 എണ്ണം കൊള്ളും, ശരിയല്ലേ? 1 2 3 4 5 6 7 8, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് എന്താ, അങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരിക. അപ്പോൾ അങ്ങനെയാണ് 2 8 അങ്ങനെയാണ് വരിക, ശരിയല്ലേ? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ഗ്രൂപ്പ് നമ്പർ ഇതും 18 തന്നെയാണ്. ഓക്കെ, ഇത് മുതൽ കറക്റ്റായിട്ട് വരും. അതായത് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഉള്ളത് 8 ആണ്. 8നോട് 10 കൂട്ടി 18. ഇത് മുതലുള്ള എല്ലാം കറക്റ്റായിട്ട് വരും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയേ, അടുത്തത് ആർഗൺ ആണ്. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 18 ആണ്. ഓക്കെ, അപ്പോൾ 18 വരുമ്പോൾ എന്ത് വരും? ഇതിപ്പോൾ 10 എണ്ണമായി. അപ്പോൾ പിന്നെ അതിനോട് എന്ത് ചെയ്യണം? ഒരു 8 എണ്ണം കൂടി കൂട്ടണം. ഓക്കെ, അപ്പോൾ 288 എന്ന് വരും. ഓക്കെ, അപ്പോൾ 288 എന്നാണ് വരിക. അത് ജസ്റ്റ് നിങ്ങളത് വരച്ച് നോക്കുക, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ഈ ഒരു ലാസ്റ്റുള്ള 8നോട് 10 കൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 18 ആണ് ഗ്രൂപ്പ് നമ്പർ വരുന്നത്. അടുത്തതിൽ ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോണിൻ്റെ KR ആണ് അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. ആറ്റോമിക് നമ്പർ എത്രയാണ്? ഇതൊന്ന് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, 8 10 10 8 18 18 മൈൻഡ് എത്ര? 36 അല്ലേ? അപ്പോൾ അങ്ങനെയാണ് 36 ആണ് ഇതിൻ്റെ ഇവിടെ വരിക. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടുക? ഗ്രൂപ്പ് നമ്പർ കിട്ടുക എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ലാസ്റ്റത്തെ നോക്കാം, 8 അല്ലേ? അപ്പോൾ അതിനോട് എന്ത് ചെയ്യുക? 10 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 18 ഇട്ടില്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാത്തിൻ്റെയും ഗ്രൂപ്പ് നമ്പർ സെയിം ആണ്, 18 ആണ്. അപ്പോൾ യു നോ ദാറ്റ് എലമെൻറ്റ് ഗിവൺ ഇൻ ദ ടേബിൾ ആർ നോബിൾ ഗ്യാസ്. അപ്പോൾ ഈ നമ്മൾ തന്ന ഇതെല്ലാം നോബിൾ ഗ്യാസ് ആണ്. ടു വിച്ച് ഗ്രൂപ്പ് ദേ ബിലോങ്? ഏത് ഗ്രൂപ്പിലാണ് പറഞ്ഞ ഏത് ഗ്രൂപ്പാണ്? 18 അല്ലേ? അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് നോബിൾ ഗ്യാസ് വരുന്നത്. വാട്ട് പെക്യുലാരിറ്റി ഡു യു നോട്ടീസ് ഇൻ ദി നമ്പർ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ദ എലമെൻറ്റ് എക്സെപ്റ്റ് ഹീലിയം? ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യണം. എക്സെപ്റ്റ് ഹീലിയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും 8 ആയിരിക്കും ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. 8 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് എക്സെപ്റ്റ് ഹീലിയം. ഓക്കെ, അപ്പോൾ ഇഫ് ദ എലമെൻറ്റ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഹാവ് 8 ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ബേസിക്കലി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടു അറ്റൈൻ ദി സ്റ്റെബിലിറ്റി ദാറ്റ് ആറ്റംസ് ഓഫ് ഓൾ എലമെൻറ്റ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതല്ലേ, എന്തിനാണ് ഈ പറയുന്ന ആറ്റംസ് എല്ലാം ഇങ്ങനെ പോയി കെമിക്കൽ റിയാക്ഷനിൽ ആഡ് ചെയ്യുന്നത്? അതായത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്തിനാണ് ഈ പറയുന്ന H2 ഉണ്ടാകുന്നത്? എല്ലാം ഈ ഒരു കാര്യത്തിനുണ്ട്. എന്തിനാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫുള്ളായിട്ട് ഇലക്ട്രോൺ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കെമിക്കൽ റിയാക്ഷന് ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മാത്രമല്ല, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഓക്കെ, യൂഷ്വലി 18th ഗ്രൂപ്പ് എലമെൻറ്റ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ ബിക്കോസ് ദേ ഹാവ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ നോബിൾ ഗ്യാസ് എടുത്താൽ നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ നോബിൾ ഗ്യാസ് ഓൾറെഡി സ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ് ഇത് കെമിക്കൽ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യാത്തതെന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ, ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? എലമെൻറ്റ്സ് ആർ P, Q, R, S ആർ ഗിവൺ, സിമ്പിൾസ് ആർ നോട്ട് റിയൽ, റൈറ്റ് ഡൗൺ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. എങ്ങനെ കണ്ടുപിടിക്കുക? അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാനുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്, എങ്ങനെ ഇത് കണ്ടുപിടിക്കേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ P എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം P ആണ് എടുക്കുന്നത്. അതിൻ്റെ അറ്റോമിക് നമ്പർ 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെയുള്ള നമ്പർ അല്ലേ, അതാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആക്കാൻ എന്ത് ചെയ്യും? മാസ് നമ്പർ കൊടുത്ത് മേലെയും ചിലപ്പോൾ 10 12 എന്നുള്ള മറ്റേ നമ്പർ എഴുതുന്നുണ്ടാവും ഈ ഒരു സ്ഥലത്തായിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. താഴെയുള്ള നമ്പറാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ അറ്റോമിക് നമ്പർ എഴുതിയാൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്തായിട്ട് എഴുതേണ്ടത് നമ്പർ ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 8 ആണ്. ഇത്രയും നമ്മൾ എഴുതണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് നമ്മളത് വരയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? വരയ്ക്കുമ്പം റൈറ്റ് ഡൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും വരയ്ക്കാനല്ല പറയുന്നത്, അതിൻ്റെ ആ ഒരു 2 8 അങ്ങനെല്ലാം പറഞ്ഞിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചിട്ട് എഴുതാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ P എന്ന് ആദ്യം എഴുതുന്നു, എന്നിട്ട് ഒരു വട്ടം വരയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഷെല്ല് വരയ്ക്കുകയാണ്. അതിലെന്ത് ചെയ്യുന്നു? എത്ര ഇലക്ട്രോൺ മാക്സിമം പറ്റുക? 2 ഇലക്ട്രോൺ അല്ലേ പറ്റും. അപ്പോൾ 2 ഇലക്ട്രോൺ നമ്മൾ അവിടെ ഇട്ടു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 8 എണ്ണം ഉണ്ട്. 2 എണ്ണം നമ്മളിവിടെ കൊടുത്തു. ബാക്കി എത്രയുണ്ട്? ബാക്കി 6 ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ അതിൽ മാക്സിമം 8 എണ്ണം പോകും. അപ്പോൾ 6 എണ്ണം സുഖമായിട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് എന്താ, ആ 6 എണ്ണം ഇവിടെ കൊടുക്കുക. 1 2 3 4 5 6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, അപ്പോൾ ടോട്ടൽ 8 ആയി, ശരിയല്ലേ? അപ്പോൾ 2 എണ്ണം K ഷെല്ലുണ്ട്, 6 എണ്ണം L ഷെല്ലുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെയാണ്? അപ്പോൾ ഈ Pൻ്റെ നമ്മൾ എഴുതുന്നത് 2 6. അപ്പോൾ അങ്ങനെ ആയിരിക്കും എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് ശരിയാണെന്ന് എങ്ങനെ മനസ്സിലാവും? നമ്മൾ എഴുതുമ്പോൾ ഈ കോമറ്റ് എഴുതുന്ന അത് ഫുള്ള് കൂട്ടിയാൽ ഈ പറഞ്ഞ അറ്റോമിക് നമ്പർ കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ശരിയാന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 6 2 8 കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ശരിയാണ്. ഓക്കെ,
ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കുവാണ് ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്യൂ ഇങ്ങനെ എഴുതുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു വട്ടം വരക്കാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നാമത്തെ ഷെല്ല് വരക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും, 2 ഇലക്ട്രോണാണ് പറ്റുക. ശരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടാമത്തെ ഷെല്ല് വരക്കാണ്. അപ്പോൾ ഞാൻ നീലയിൽ വരച്ചാണ് ഷെല്ല്, നിങ്ങൾ തെറ്റിപ്പോരുത്. അപ്പോൾ ഞാൻ ക്യൂവിന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തതേ ഉള്ളൂ, അത് ഷെല്ലല്ല. ഓക്കെ, അപ്പോൾ നീലയിൽ വരച്ചാണ് ഷെല്ല്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഇതാണ്, അത് കെ ഷെല്ലാണ്. ഓക്കെ, രണ്ടാമത്തെ ഷെല്ല് ഇതാണ്, അത് എൽ ഷെല്ലാണ്. അപ്പോൾ 2 അവിടെ പോയി. അപ്പോൾ 10 ടോട്ടൽ. അപ്പോൾ 10 2 ബാക്കി എത്ര ഉണ്ട്, 8 അല്ലേ. ആ 8 നമുക്ക് എന്ത് ചെയ്യാം, എൽ ഷെല്ല് ഫില്ല് ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക, അപ്പോൾ ക്യൂവിൻ്റെ നമ്മൾ എഴുതേണ്ടത് 2 8. അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അത് ശരിയാണെന്ന് എങ്ങനെ നോക്കാം, 8 2 10 അപ്പോൾ 10 ആറ്റോമിക് നമ്പർ, ശരിയാണ്. ഓക്കെ, ഇനി നമ്മൾ 6 എഴുതുകയാണ്. അപ്പോൾ 6 നമ്മൾ 12 ടോട്ടൽ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 6 ഒരു വട്ടം വരച്ചു, അത് ഷെല്ലല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗ്രീനിൽ വരക്കുന്നതാണ് ഷെല്ല്, ഇത് കെ ഷെല്ലാണ്. ഓക്കെ, അപ്പോൾ ഈ കെ ഷെല്ല് എത്ര എണ്ണം പറ്റും, ടോട്ടൽ 2 ഇലക്ട്രോണാണ് വെച്ചാൽ അത് ഞാൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ഷെല്ല് ഞാൻ വരക്കാണ്. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ പറ്റും, അതിൽ മാക്സിമം 8 ഇലക്ട്രോണാണ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ 12 ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ 12ൽ 2 പോയി, ബാക്കി 10 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 8 നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, 8 മാക്സിമം ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ 8 ഇവിടെ വരക്കാണ്. 2 4 6 7 8. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ബാക്കിയുള്ള എത്രയാണ്, ഇപ്പോൾ ടോട്ടൽ 10 ആയി. അപ്പോൾ 12 10 വരെ ബാക്കി 2 അല്ലേ, ആ 2 നമ്മൾ അടുത്ത ഷെല്ലിൽ വരക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഷെല്ല് വരക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു 6ൻ്റെ വരക്കുന്നത്. ഓക്കെ, അപ്പോൾ 6ന് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, 2 8 2. ശരിയല്ലേ. അപ്പോൾ എങ്ങനെ ശരിയാണെന്ന് നോക്കാം, 8 2 10 2 12. ഓക്കെ, അപ്പോൾ 12 ഇട്ടുന്നുണ്ട്, ശരിയാണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റത്തെ നോക്കുകയാണ്, എസ് ആണ്. അപ്പോൾ എസ്സിൽ 18 ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ് എന്ന് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല് വരക്കാണ്. കെ ഷെല്ല് മാക്സിമം 2 ഇലക്ട്രോണാണ് പറ്റുക. അപ്പോൾ അത് നമ്മൾ വരക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത ഷെല്ല് വരക്കാണ്, എൽ ഷെല്ല് വരക്കാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ എത്ര എണ്ണം പറ്റും, മാക്സിമം 8 എണ്ണമാണ് പറ്റുക. ശരിയല്ലേ. അപ്പോൾ നമ്മൾ അത് വരക്കുന്നു. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളത്, അതായത് ഇപ്പോൾ 10 കംപ്ലീറ്റ് ചെയ്യും, ബാക്കിയുള്ള 8 അല്ലേ, അത് നമ്മൾ അടുത്ത ഷെല്ലിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഷെല്ലിൽ നമുക്ക് 8 വരയ്ക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് എഴുതുകയാണ്. എങ്ങനെയാണ് എഴുതുക, 2 പിന്നെ 8 പിന്നെ 8. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിൻ്റെ ഫില്ലിങ്. ശരിയല്ല. അപ്പോൾ നമ്മൾ കൂട്ടുന്നു, 2 8 10 10 8 12. ശരിയാണ്. ഓക്കെ, വിച്ച് എമൗണ്ട് ദീസ് ആർ നോബിൾ ഗ്യാസ്. അപ്പോൾ ഇതിൽ ഏതെല്ലാം നോബിൾ ഗ്യാസ്, നോബിൾ ഗ്യാസ് എങ്ങനെ വരും, നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ വരണം. അത് വരുന്ന ഏതിലാണ്, ഈ ഒരു 10 വരുമ്പം 2 8 വരുന്നത്. അപ്പോൾ ഇത് ക്യൂ നോബിൾ ഗ്യാസ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു എസ്, അതിൽ ഔട്ടർ മോസ്റ്റിൽ 8 വരുന്നത്. അപ്പോൾ 8 + 10 18 വരുന്നുണ്ട്. അപ്പോൾ അത് നോബിൾ ഗ്യാസ് ആണ്. ശരിയല്ലേ. അപ്പോൾ ഇത് രണ്ടാണ് ഇതിൽ നോബിൾ ഗ്യാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും, ക്ലിയർ ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് പറഞ്ഞത്, മേജർ ആയിട്ടുള്ള മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് പറഞ്ഞു. ഏതൊക്കെയാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഉണ്ട്. ശരിയല്ലേ. അപ്പോൾ ഇത്രയും ഗ്രൂപ്പാണ് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ജസ്റ്റ് നമ്മൾ നോബിൾ ഗ്യാസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറച്ച് ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു. പിന്നെ കുറച്ചധികം നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് വരയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തിന് മുന്നേ ജസ്റ്റ് ഇത്രയും പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് കാണാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും, റിപ്ലൈ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് കൂടി ഷെയർ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വീഡിയോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേട്ടൻ്റെ സ്പീഡ് കൂടുതലാണോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടോ, അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ അത് റിപ്ലൈ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ നല്ല സജഷനൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ചേട്ടൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് നമ്മൾ എടുക്കാനുള്ളത് ട്രാൻസിഷൻ എലമെൻറ്റും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലാൻഡനോഡ്സ് ആക്ടിനോഡ്സ് ആ ഒരു ചെറിയ പോർഷനാണുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം.